നമ്മുടെ വീടിൻ്റെ മുകളിൽ വന്നാണ് ഇപ്പോൾ മേലെ വന്ന്. ഇത് വൈകുന്നേരമായിട്ടില്ല, 2:30 സമയം, ഉച്ചയ്ക്ക് 2:30 സമയം. നല്ല നിലാവ് ഇങ്ങനെ, അതായത് നിലാവല്ല, നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷേ വെയിലിൻ്റെ ചൂടൊന്നുമില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ മരത്തിൻ്റെ ചില്ലകൾ ആടണ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കാറ്റുണ്ട് എന്നുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് കാറ്റിൻ്റെ ആ പവർ ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഞാനിവിടെ, നമുക്കിവിടെ കിടക്കാനൊരു ബെഡ് ഉണ്ട് അല്ലേ, ബെഡ് നമുക്കൊന്നിങ്ങനെ വിരിച്ച് കിടക്കാം. വാ, ഞങ്ങൾ ബെഡിലിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ സുഖനിദ്ര, ശുഭനിദ്ര. അതായത് വെയിൽ ചെറുതായിട്ട് കണ്ണിക്ക് അടിക്കുന്നുണ്ട്, പക്ഷേ ചൂടില്ല കേട്ടോ, ചൂടില്ല എന്ന് തന്നെ പറയാം. അതായത് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് കിടക്കുക എന്നൊക്കെ പറയില്ലേ, ഈ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ മുകളിൽ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ടാക്കിയതിൻ്റെ മെയിൻ ഉദ്ദേശം. ഈ ബാൽക്കണി ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ചിന്തിച്ച് ആഗ്രഹിച്ചുണ്ടാക്കിയതൊന്നുമല്ല. ടാങ്കിനുണ്ടാക്കിയ ഈ ഒരു ഏരിയ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ, അതായത് ഇത്ര ഏരിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ചിമ്മിനിയായിട്ട് ഉണ്ടാക്കിയ ഏരിയയാണ്. ഇത്രയും ഏരിയ നമ്മളിവിടെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4 ഭാഗത്ത് കൂടി ഒരു കൈവരി കൊടുത്തു, ഉള്ളിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഇങ്ങനെ കൊടുത്ത്, അതായത് ഹൈറ്റ് കുറച്ച് കൊടുത്തതെന്ന്. ഇതിൽ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൈബുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏറ്റവും മുകളിലുള്ള ഈ ടാങ്ക് നിൽക്കുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഉഷാറാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ഒരാൾ ഇതിലേക്ക് കയറി വരുമ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് വേണം കയറാൻ, എല്ലാവർക്കും കയറാൻ കഴിയില്ല. അപ്പോൾ പലരും വിചാരിക്കും പിന്നെ എന്താ വട്ടാണോ, അതായത് അങ്ങനെയൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണല്ലോ. അപ്പോൾ അമ്പലങ്ങളുടെ ഉള്ളിലേക്കോ കണ്ടില്ല നിങ്ങൾ, ചെറിയ വാതിലായിരിക്കും. ഇത് നമ്മുടെ 3.5 അടി ഹൈറ്റുള്ളൊരു വാതിലാണ്. ഈ വാതിലിൻ്റെ മുകളിൽ നിന്ന് മേലേക്കുള്ള വഴിയാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ ഏറ്റവും മുകളിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളിലാണ്. ഞാൻ കാണിച്ചു തരാൻ, കണ്ടോ, എൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഓടി നിൽക്കുന്നത്. അതായത് ഏകദേശം നമ്മൾ 3 നിലയുടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. താഴത്ത് പച്ചപ്പരവതാനി വിരിച്ച പോലെ പച്ച പുല്ല് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇതിന് മൊത്തം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള പച്ചപ്പുല്ല് മൊത്തം നമുക്ക് 6,000 രൂപേൻ്റെ അടുത്ത് മൊത്തം വന്നിട്ടുണ്ട്. എക്സ്പെൻസ് മൊത്തം. ഒരു ബാൽക്കണിയുടെ അവിടുത്തെ ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ ഈ കാണുന്ന ഏരിയയിലുള്ള ഈ കാണുന്ന ഏരിയ മൊത്തം മരം കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അതായത് നല്ലൊരു വൈബ് ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അതായത് ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ വാതിലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത്. നമുക്കിവിടെ ഇരുന്നിങ്ങനെ കാറ്റ് കൊണ്ട് ശരിക്കും പ്രകൃതി തരുന്ന കാറ്റൊക്കെ അല്ലേ. അതായത് വെയിലില്ല, ഓൾറെഡി ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് വെയിലടിക്കുന്നില്ല. അതേപോലെ ഇന്നിപ്പോൾ ഒരു കാറ്റ് പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് അടിച്ചപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ അവിടെ TV വർക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് ആ TV ഇരുന്ന് കാണാൻ പറ്റും. ഈ കാണുന്ന ചുമര് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഏരിയയാണ്. അതാണ് നമ്മുടെ പ്രൊജക്ടർ. അത് വർക്ക്